എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കണ്ണൂരപ്പം അല്ലെന്നുണ്ടെങ്കിൽ കാരയപ്പം, പഞ്ചാരയപ്പം എന്നൊക്കെ പറയുന്ന ഒരു നാടൻ പലഹാരം നോക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. ഉണ്ണിയപ്പം പോലെ തന്നെയാണ്, പക്ഷേ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം നല്ലൊരു ക്രീം കളറിലും താഴ്ഭാഗം നല്ല ബ്രൗണിലുമാണ് വരിക. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് പച്ചരിയാണ് വേണ്ടത്. 1 കപ്പ് പച്ചരി 4 മണിക്കൂർ കുതിർത്തതിന് ശേഷം വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലേക്ക് ഒന്നിട്ടിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. ഇതോടൊപ്പം തന്നെ കുറച്ച് ചേരുവകൾ കൂടി ചേർക്കാനുണ്ട്. ഇതിലേക്ക് നമ്മളൊരു 3/4 കപ്പ് ചോറ് ചേർക്കുന്നുണ്ട്. ചോറെന്ന് പറയുമ്പോൾ മട്ടയരിയോ പച്ചരിയോ ഏതായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കായ ചേർക്കുന്നുണ്ട്. 2 or 3 നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ ഒരു അപ്പം നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ മൈദ അല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോഴാണ് ആ കറക്റ്റ് മധുരത്തിൽ കിട്ടുക. ഇനി മധുരം കുറച്ച് മതിയെങ്കിലും കുറച്ച് ചേർത്താലും മതിയാകും. ഇനി ഇതിലേക്ക് നമ്മൾ ഈസ്റ്റ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ നിങ്ങൾക്ക് എടുക്കാം. ബേക്കിംഗ് സോഡ ആണെങ്കിൽ ഇപ്പോഴല്ല, ഇത് പുളിച്ച് കഴിഞ്ഞിട്ടാണ് ചേർക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈസ്റ്റ് കൂടെ ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. ഇൻസ്റ്റൻ്റ് ആണെങ്കിൽ ഏത് ഈസ്റ്റ് ആണെങ്കിലും ഒരു 3-4 എണ്ണം ഇതിലിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഞാനിവിടെ ഒരു 3 നുള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് കട്ടിയിലല്ല ഇത് അരയ്ക്കേണ്ടത്. നല്ല ലൂസായിട്ട് വേണം അത് അരയ്ക്കാനായിട്ട്. നമ്മുടെ ദോശ മാവിനെക്കാട്ടിലും കുറച്ചുകൂടെ ലൂസായിട്ടുള്ള ഒരു പരുവത്തിലാണ് നമ്മളിപ്പോൾ അരച്ചെടുത്തിട്ടുള്ളത്. നല്ല സ്മൂത്തായിട്ട് തന്നെ അരയ്ക്കണം, തരികളൊന്നും പാടില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മളൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. ഇനി ഇത് നമ്മൾ മിനിമം 8 മണിക്കൂറെങ്കിലും പുളിക്കാനായിട്ട് മാറ്റി വെക്കണം. അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് ഈ ഒരു അപ്പം കിട്ടുക. ആ മിക്സി കഴിയുക കുറച്ച് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൂസായിട്ടുള്ളൊരു മാവാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ തലേദിവസം രാത്രിയിൽ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ നമുക്ക് ഈ ഒരു അപ്പം ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ അപ്പത്തിനൊക്കെ ചെയ്യുന്ന പോലെ മാവ് അങ്ങനെ അങ്ങ് പൊങ്ങിയൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി നിങ്ങൾ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ രാവിലെ ഇതുപോലെ എടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണിനെക്കാട്ടിലും കുറവായാലും മതി, ബേക്കിംഗ് സോഡ കൂടി ഇട്ടിട്ട് നമുക്കിത് അപ്പമാക്കി ചുട്ടെടുക്കാം. അപ്പോൾ ഇത് ചുട്ടെടുക്കുന്നത് ഉണ്ണിയപ്പക്കാരയിലാണ്. അപ്പോൾ ഉണ്ണിയപ്പക്കാരയിൽ വെളിച്ചെണ്ണ ആണ് ഏറ്റവും നല്ലത് ഇതുണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഓരോ ചെറിയ തവി മാവ് വീതം ഒഴിച്ചിട്ട് നമുക്കിത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഒരു മാവ് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ തീ വളരെ കുറച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരു റൗണ്ട് നമ്മൾ ഒഴിച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ ആദ്യം ഇട്ടത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോഴാണ് കറക്റ്റ് കളറിൽ അതിൻ്റെ മോൾ ഭാഗം വരിക. മാവ് കുറച്ച് പുറത്ത് ചാടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുറഞ്ഞ തീയിലിടുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു കളറിൽ കിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ തീയാണെങ്കിൽ ഇടുന്ന പാടെ തന്നെ ഇതിൻ്റെ താഴ്ഭാഗം ബ്രൗൺ ആയി പോവും. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് കൂട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ താഴ്ഭാഗം ഒന്ന് ബ്രൗൺ ആകുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. മുകൾ ഭാഗം ഒരു വൈറ്റ് കളറിലും താഴ്ഭാഗം ഒരു ബ്രൗൺ കളറിലുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് വളരെ തീ കുറച്ചിട്ടും അതുപോലെ തന്നെ മാവ് ഒഴിച്ചിട്ട് തിരിച്ചിട്ടതിന് ശേഷം തീ കൂട്ടിയിട്ടുമാണ് ഈ ഒരു അപ്പം ചെയ്തെടുക്കേണ്ടത്. ഒരുപാട് കുത്തി നിറച്ച് മാവ് ഒഴിക്കേണ്ട ആവശ്യമില്ല, ചെറിയൊരു തവിയിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ എല്ലാം ഇതുപോലെ നമ്മൾ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് എനിക്ക് 35 പഞ്ചാരയപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് ആ ഒരു അളവിൽ വ്യത്യാസം വരുത്തിയെടുക്കാവുന്നതാണ്. ചോറ് ഒരുപാട് കൂടിപ്പോരുത്. ഒരുപാട് കൂടിപ്പോയാൽ ഇത് കുറച്ച് എണ്ണ കുടിക്കും, അതുപോലെ തന്നെ അങ്ങ് വേറൊരു ടെക്സ്ചറായി പോകും. അപ്പോൾ ഈ ഒരു കറക്റ്റ് ഇതിൽ തന്നെ ചേർക്കുക. ഇപ്പം നമ്മുടെ കണ്ണൂരപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതുപോലെ തന്നെ കഴിക്കാനും ചൂടോടെ കഴിക്കുന്നതിനെക്കാട്ടിലും ഇത് കുറച്ച് ഇരുന്ന് കഴിയുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. കൊച്ചു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ഇന്നലെ നമ്മളൊരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അതൊരു പ്ലാൻഡ് ലൈവൊന്നും ആയിരുന്നില്ല, പെട്ടെന്നങ്ങനെ വന്നതേ ഉള്ളൂ. ഇനി ഒരു ദിവസം നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ലൈവ് വരുന്നതാണ്. അപ്പോൾ എല്ലാവരോടും സംസാരിക്കാം. കുറച്ച് പേരെയൊക്കെ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കമൻറ്റ്സ് ഇങ്ങനെ വരുന്നുണ്ട്, ചിലരുടെയൊക്കെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ അവരൊന്നും വിചാരിക്കരുത്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ലൈവിൽ നമുക്ക് എല്ലാവർക്കും സംസാരിക്കാം.
അപ്പോൾ എല്ലാവരോടും സംസാരിച്ചപ്പോൾ ഞങ്ങൾ ഒത്തിരി ഹാപ്പിയായി. എല്ലാവരോടും സംസാരിച്ചപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനി ഇടയ്ക്കൊക്കെ ലൈവിൽ വരാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കമൻറ്റ്സ് ഇടാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്